നമസ്കാരം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്നതിൻ്റെ പേരിൽ തൃശൂർ മേയറുടെ രാജി പരസ്യമായി ആവശ്യപ്പെട്ടതിന് പിന്നാലെ മേയറുടെ പരിപാടിയും ബഹിഷ്കരിച്ച് CPI. കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന പരിപാടിയാണ് MLAയും CPI കൗൺസിലർമാരും ബഹിഷ്കരിച്ചത്. CPIക്കാരനായ P. ബാലചന്ദ്രൻ MLA സ്ഥലത്തുണ്ടായിട്ടും പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും സുരേഷ് ഗോപിയെ മേയർ MK വർഗീസ് വാനോളം പുകഴ്ത്തുന്നതാണ് CPI നേതൃത്വത്തെ ക്ഷുഭിതരാക്കിയത്. CPI നേതാവും മുൻ മന്ത്രിയുമായ VS സുനിൽകുമാറിനെ തോൽപ്പിച്ച് MP ആയ ശേഷം സുരേഷ് ഗോപി ആദ്യമായി പങ്കെടുത്ത ചടങ്ങിൽ മേയർ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തിയതോടെയാണ് CPI പ്രതിഷേധം തുടങ്ങിയത്. LDF പിന്തുണയോടെ ഭരണം നടത്തുന്ന മേയർ രാജിവെച്ച് CPIക്ക് സ്ഥാനം കൈമാറണമെന്ന ആവശ്യവുമായി അവർ രംഗത്തെത്തി. എന്നാൽ കോർപ്പറേഷൻ ഭരണസമിതിയിൽ LDF UDF അംഗബലം തുല്യമായിരിക്കെ കോൺഗ്രസ് വിമതനായ മേയർക്കെതിരായ നീക്കം CPM ചെവിക്കൊണ്ടില്ല. CPI നിലപാട് ഭരണനഷ്ടത്തിന് കാരണമാകുമെന്ന ആശങ്കയിലാണ് CPM. അവരെ പിന്തുണയ്ക്കാതിരിക്കുന്നത് CPIക്കും മേയർക്കുമിടയിലെ മഞ്ഞുരുക്കാൻ അനുനയ നീക്കത്തിനും CPM ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മേയർ പങ്കെടുത്ത കോർപ്പറേഷൻ്റെ പ്രധാന പരിപാടി ബഹിഷ്കരിച്ച് CPI പ്രതിഷേധം കടുപ്പിച്ചത്. പ്രകോപിപ്പിച്ച് രാജിവെപ്പിക്കുന്ന സാഹചര്യമുണ്ടായാൽ MK വർഗീസ് മറുപക്ഷം ചേർന്ന് UDF പിന്തുണയോടെ വീണ്ടും മേയറാകുമെന്ന കണക്കുകൂട്ടലാണ് CPMനെ അനുനയ നീക്കത്തിന് പ്രേരിപ്പിക്കുന്നത്. കോർപ്പറേഷനിൽ 24 വീതം സീറ്റാണ് ഇരുപക്ഷത്തിനുമുള്ളത്. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച MK വർഗീസിനെ മേയർ സ്ഥാനത്തേക്ക് LDF പിന്തുണയ്ക്കുകയായിരുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനം CPIക്ക് നൽകിയിരുന്നെങ്കിലും കൗൺസിലർമാരുടെ തമ്മിലടി മൂലം നഷ്ടപ്പെടുത്തി. ഇതിനൊപ്പമാണ് സ്വന്തം പാർട്ടി നേതാവിനെ പരാജയപ്പെടുത്തിയ സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്ന മേയറെ പിന്തുണയ്ക്കേണ്ട രാഷ്ട്രീയ സാഹചര്യവും CPIക്ക് നാണക്കേടാകുന്നത്. ഇതാണ് മേയർക്കെതിരെ പരസ്യ നിലപാടുമായി രംഗത്തിറങ്ങാൻ CPIയെ നിർബന്ധിതരാക്കിയത്. അതേസമയം മേയർക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസം രേഖപ്പെടുത്തിയാലും പിന്തുണയ്ക്കാൻ CPI തയ്യാറാകില്ലെന്ന് തന്നെ CPM കരുതുന്നു. ഈ സാഹചര്യത്തിലാണ് അനുനയ നീക്കത്തിലൂടെ കാലാവധി പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷ CPM പുലർത്തുന്നത്.